രീതിയിൽ പറയാം? പിന്നെ ദേഷ്യം പിടിച്ചു പറയാം. ഇത് 84 രീതിയിൽ പറയാമെന്നാണ്. എന്നുവെച്ചാൽ അത്രയും ഡെപ്തിലേക്ക് പോകും നിങ്ങൾ ഒരു ആക്ടിങ് കോഴ്സൊക്കെ ചെയ്യാൻ പോകണം. അതുകൊണ്ടാണ് മമ്മൂക്ക ഡയലോഗ് അടിക്കുമ്പോഴും ധാരാളം കരയുമ്പോഴൊക്കെ നമ്മൾ കരയുന്നതും രോമം വേദനിക്കുന്നതും. ഇത് ശബ്ദം കൂട്ടി കുറച്ച് നമുക്ക് പറയാം. അന്നേരം അർത്ഥ വ്യത്യാസം ഉണ്ടോ നിങ്ങളൊന്ന് നോക്കുക. നീ എന്നോട് അങ്ങനെ ചെയ്തു അല്ലേ, നീ എന്നോട് അങ്ങനെ ചെയ്തു അല്ലേ, നിന്നോട് അങ്ങനെ ചെയ്തു അല്ലേ, നിന്നോട് അങ്ങനെ ചെയ്തു അല്ലേ, നിന്നോട് അങ്ങനെ ചെയ്തു അല്ലേ, വ്യത്യാസം ഉണ്ടാ? 6 പോലെ തന്നെ ഇല്ല അല്ല, 1 2 3 5 അല്ല. അപ്പൊ നമ്മൾ സംസാരിക്കുമ്പോ വെദർ ഇറ്റ് ഈസ് മലയാളം ഓർ ഇംഗ്ലീഷ്, ഏത് ഭാഷയായാലും നിങ്ങൾ ചിലയിടത്തിൽ ഊന്നൽ നൽകുകയും ഊന്നൽ പുറത്തൊക്കെ ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ ഒരു നാൾക്ക് ഭാഷയെ സംഭവിക്കുക. അപ്പൊ നിങ്ങൾ യു ആർ ഗോയിങ് ടു ടീച്ച് ചിൽഡ്രൻ, മോണ്ടിസറി ചിൽഡ്രനാണ് പഠിക്കുന്നത്. ഒരേ പാറ്റേൺ ഇങ്ങനെ കൽപ്പിക്കുന്നതിന് പകരം, ഒരേ പാറ്റേൺ നിർദ്ദേശം കൊടുക്കുന്നതിന് പകരം അതിനനുസരിച്ച് വോയിസ് കൂട്ടിയും കുറച്ചും താളത്തിലൊക്കെ കൊടുത്താൽ they can understand easily and your children can also understand easily. നമ്മുടെ മക്കൾ ഇങ്ങനെയാണ് സംസാരിക്കാറ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മക്കളുള്ള ആൾക്കാരൊന്നും അറിയാറില്ല. എങ്ങനെയൊക്കെ ടൂറിന് പൈസ ഒക്കെ എങ്ങനെയാ അവര് ഇവിടെ ടൂർ പോകേണ്ട തീരുമാനിച്ചു. അവരെങ്ങനെയാ ടൂർ പോകണമെന്ന് പറയാം? മനസ്സിലായിട്ടുണ്ടാവില്ല. അതെന്താ സംഭവിക്കും? അപ്പൊ ഞാൻ പറഞ്ഞത് ഇംഗ്ലീഷിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യണം. ജസ്റ്റ് ഒന്ന് ഇംഗ്ലീഷിലേക്ക്. എഡ്യൂക്കേഷൻ ഹാസ് ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ അവർ ലൈഫ്. എഡ്യൂക്കേഷൻ ഹാസ് ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ അവർ ലൈഫ്. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ദ മീനിങ്? അത് വ്യത്യസ്തമായ രീതിയിലൊന്ന് പറയാൻ പറ്റുമോ? നിങ്ങളുടെ രീതി ഇയാണ് പറയുന്നത്. നിങ്ങൾ പറഞ്ഞു എഡ്യൂക്കേഷൻ ഹാസ് an important role. Education has an important role in our life. What is the meaning? ഇതിന്റെ മലയാളം അർത്ഥം എഴുതണം. പ്രധാനപ്പെട്ടതാണ് ഇതാണോ? എഡ്യൂക്കേഷൻ ഹാസ് റോൾ ഉണ്ട് അല്ല, എഡ്യൂക്കേഷൻ ഹാസ് an important role in our life. ജീവിതത്തിന് വളരെ പ്രധാനപ്പെട്ട റോൾ ഉണ്ട്. കാണാതെ എഴുതണം. കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല. പഠിച്ചിട്ടുണ്ടാവില്ല. നിങ്ങളിപ്പോൾ ഏത് ബോധത്തിലാണ് ഉള്ളത്? ഏത് മൈൻഡാണ് നിങ്ങളിപ്പോൾ ഉള്ളത്? കോൺഷ്യസിലാണ് നിങ്ങൾ ഉള്ളത് എന്നാണ് നിങ്ങളുടെ വെപ്പ്. മേബി ആയിരിക്കാം. പക്ഷെ നിങ്ങളുടെ മനസ്സിലൂടെ എന്തൊക്കെയോ ചിന്തകൾ കടന്നു പോയിട്ടില്ല. അതേത് മനസ്സാ? അതാണ് ഉപബോധ മനസ്സ് എന്ന് പറയുന്നത്, സബ് കോൺഷ്യസ് മൈൻഡ് അല്ല. ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും? സബ് കോൺഷ്യസ് മൈൻഡിൽ മുഴുവൻ പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും? നിങ്ങൾ മൊത്തത്തിൽ പോസിറ്റീവ് ആയിരിക്കും. സബ് കോൺഷ്യസ് മൈൻഡിൽ നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾ അറിയാതെ നെഗറ്റീവ് ആവും. നിങ്ങൾ അറിയാതെ നെഗറ്റീവ് ആവും. നിങ്ങൾ നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങളുടെ സ്റ്റുഡൻസ് നെഗറ്റീവ് ആവാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ നെഗറ്റീവ് നിങ്ങൾ മൊത്തം നെഗറ്റീവ് സാധ്യതയുണ്ട്. സബ് കോൺഷ്യസ് മൈൻഡാണ് പറയുന്നത്. അപ്പൊ നമ്മള് സബ് കോൺഷ്യസ് മൈൻഡിൽ നമുക്ക് പോസിറ്റീവ് ആക്കാൻ എന്താ ചെയ്യേണ്ടത്? പോസിറ്റീവായി ചിന്തിക്കാനുള്ള വഴികൾ നിങ്ങൾക്ക് ജീവിതത്തിൽ നടന്ന ക്ലാസ് മാറിക്കൊള്ളുക. നിങ്ങൾക്ക് ജീവിതത്തിൽ നടന്ന ഏറ്റവും സന്തോഷം തോന്നിയ ഒരു 5 നിമിഷങ്ങളും ഏറ്റവും ദുഃഖം തോന്നിയ 5 നിമിഷങ്ങളും കൂടെ കേൾക്കണമെന്ന് ആരും കാണിക്കാൻ വേണ്ട. നിങ്ങളുടെ ജീവിതത്തിൽ തോന്നിയ 5 സന്ദർഭങ്ങൾ, ഏറ്റവും സന്തോഷം മലയാളത്തിൽ ശ്രദ്ധയിലായിരുന്നു. അതങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കില്ല. ഇതൊക്കെ സംഭവിച്ചു. അങ്ങനെയൊന്നുമില്ല. എന്ത് സങ്കടമില്ല, ഒന്നുമില്ല. ചിലപ്പോൾ സങ്കടം കുറച്ച് കൂടുതലുണ്ടോ, സന്തോഷം കൂടുതലുണ്ടോ, അങ്ങനെ ഉണ്ടാവും.
കാണിച്ചിട്ടൊന്നും വേണ്ട, ഇവിടെ നിന്ന് ജസ്റ്റ് എഴുതിയാൽ മതി. വിചാരിക്കാത്ത സന്തോഷം എഴുതിയാ ഇല്ല. ആ ഏതാ നിങ്ങൾക്ക് എവിടെന്നെങ്കിലും അംഗീകാരം കിട്ടിയിട്ടുണ്ടാവും, ചിലപ്പോൾ എന്തെങ്കിലും അവാർഡ് കിട്ടിയിട്ടുണ്ടാവും, ചിലപ്പോൾ നല്ല മാർക്ക് കിട്ടിയിട്ട് ചിലപ്പോൾ ചോക്ലേറ്റ് തന്നിട്ടുണ്ടാവും, എന്തെങ്കിലും അല്ലെങ്കിൽ ടൂർ പോയിട്ടുണ്ടാവും, ഇവിടെ വിചാരിച്ച എന്തോ സംഭവം വാങ്ങിയിട്ടുണ്ടാവും, ചിലപ്പോൾ സ്കൂട്ടി എടുത്തിട്ടുണ്ടാവും, ചിലപ്പോൾ മോതിരം വാങ്ങിയിട്ടുണ്ടാവും. ചോദിച്ചോളൂ, സന്തോഷം അനുഭവിച്ചാൽ കിട്ടും. സങ്കടം കൊണ്ട് ഞാൻ പറയണത് പറ്റുന്നുണ്ട്, നിങ്ങൾക്ക് എന്തിനെങ്കിലും പോസിറ്റീവ് ആണ്. സന്തോഷം ഒന്നെങ്കിലും അല്ലേ, സന്തോഷം ഒന്നെങ്കിലും അല്ല നമ്മൾ തൽക്കാലം നിർത്തിയേക്കാം. സന്തോഷം ഒന്നേതില്ല. Please sit straight. Will you please sit straight? Take a long breath, deep breath. Breathe out. Sit straight. നടന്നു പറഞ്ഞിരിക്കുക. നടന്നു ഓക്കെ. ഡീപ് ബ്രീത്ത്. സ്ലോലി ക്ലോസ് യുവർ ഐസ്. സന്തോഷം തോന്നിയ നിമിഷത്തെ ശരിക്കും മനസ്സിലേക്ക് കൊണ്ടുവരിക. സന്തോഷം തോന്നിയ നിമിഷത്തെ ശരിക്കും മനസ്സിലേക്ക് കൊണ്ടുവരിക. ക്ലോസ് യുവർ ഐസ് പ്ലീസ്. മനസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഐസ് കണ്ണടക്കാൻ പറയുന്നത്. ആ നിമിഷത്തെ കൊണ്ടുവരിക. ആ ദൃശ്യം വ്യക്തമായിട്ട് കളർഫുള്ളായിട്ട് കാണുന്നുണ്ടോ? നല്ല കളർഫുള്ളായിട്ട് കാണുന്നുണ്ടോ? കളർഫുള്ളായിട്ട് കാണുക. ആ നിമിഷത്തിന് ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടോ? ശബ്ദങ്ങളുണ്ടായിരുന്നു ആ നിമിഷം. ശബ്ദങ്ങളുണ്ടെങ്കിൽ ആ ശബ്ദത്തെ നല്ല ശബ്ദത്തിൽ കേൾക്കുക, നല്ല രസത്തിൽ കേൾക്കുക. അന്നേരം അനുഭവിച്ച ഫീലിംഗ് ഇല്ല, ആ ഫീലിംഗ് ശരിക്കും അറിയാം, അനുഭവിക്കാം. ഫീൽ ഇറ്റ്, ജസ്റ്റ് ഫീൽ ഇറ്റ്. അതിന്റെ മാക്സിമം ഫീൽ ചെയ്യാം. Photos from the side. Feel it? See it well, hear it well, feel it well. നിങ്ങൾക്ക് ഇഷ്ടത്തോളം കാലം സമയം നിങ്ങൾക്ക് സന്തോഷിക്കാം. നല്ല ഇവിടെ ആരോ കണ്ടുകൊണ്ടു അത് എത്താത്തോണ്ടാണ്. മറ്റെല്ലാവരുടെ മോഹി ഇങ്ങനെ തെളിഞ്ഞ് വന്ന് ശരിയൊക്കെ വന്നിട്ടുണ്ട്. അത് തമാശ നോക്കുന്നത് എനിക്ക് തോന്നുന്നു. അങ്ങനെ ശരി. ഓക്കെ, ഈ ഒരു എക്സസൈസ് പറ്റുമെങ്കിൽ ദിവസവും ചെയ്യാം. അങ്ങനെയുള്ള സന്തോഷത്തിന് നമുക്ക് നിമിഷം എഴുതി. എന്നിട്ട് ഇനി ഇത് വേറൊരു ട്രിഗർ ട്രിഗർ കൂടിയിട്ട് ഏതെങ്കിലും ഒന്ന് ഒരു സ്പേസിലേക്ക് പ്രസ് ചെയ്യാം. ഡെപ്തിലെത്തുന്നത്, അതിൻ്റെ ടോപ്പിലെത്തും, എവിടെയെങ്കിലും സ്വകാര്യമായിരിക്കുന്ന ഒരു ഭാഗമായിരിക്കും. എന്ന് വെച്ചാൽ ആരെങ്കിലും എപ്പോഴെങ്കിലും ടെൻഷൻ വരുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ആക്കിയാൽ മതി. നിങ്ങൾക്ക് അതേ ഫീലിങ്ങൾ ഉള്ള മനസ്സിലടച്ച് കഴിയും. പോസിറ്റീവാണ്. ചിലപ്പോൾ എന്തെങ്കിലും നെഗറ്റീവ് ഫീലിങ്സ് ജീവിതത്തിലുണ്ടാവും. ആരും ചീത്ത അല്ലെങ്കിൽ എന്തോണം ജസ്റ്റ് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എനിക്ക് മൈൻഡ് പെട്ടെന്ന് മാറ്റാൻ പറ്റും. കാരണം മൈൻഡിലാണ് എല്ലാം കിടക്കുന്നത്. കം ടു അവർ ക്ലാസ്. ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് വരാം. ഓഡിയോസ് കൊടുക്കുന്നു, പറഞ്ഞു നമ്മൾ. അത് റിപ്പീറ്റ് ചെയ്യാൻ അല്ലേ? പറഞ്ഞു എന്ന് പറയാൻ പറഞ്ഞു, ടു പറഞ്ഞു അല്ല. ടോട്ട് മീ, ടു ഗോ, ടു കം, ടു സിറ്റ്. പിന്നെ ചെയ്തത് കെയിം, റാൻ അല്ലേ? പിന്നെ ഡെയിലി ലൈഫ് നമ്മൾ കുട്ടികളോട് ക്ലാസ്സിൽ പറയേണ്ട കാര്യം എന്തൊക്കെയായിരിക്കും? മലയാളത്തിൽ പറയാം, ഇംഗ്ലീഷിൽ പറയാം. ലിസൺ ചെയ്യുക. ഏറ്റവും കൂടുതൽ പറയേണ്ട ഒരു സാധനം അല്ല, ലിസൺ ചെയ്യുക. Say loudly പറയേണ്ടി വരും. ഓക്കെ. Don't talk. Close your books. Take your books. You can just open your book. കുറച്ചാണ്, ഒരുപാടൊന്നുമില്ല. അത്
തന്നാ തിരിച്ചത് തന്നിട്ടില്ല. You can always start wishing them good morning students, like good afternoon students. പിന്നെ let us begin. Let us ന്റെ പ്രയോഗം അറിയാലോ. നമുക്കൊരു പാട്ട് പാടുന്നത് എങ്ങനെ പറയാം? Let us sing. അല്ല a song. നമ്മൾ ഡാൻസ് ചെയ്യാം. Let us നമ്മൾ കളിക്കാം. നമുക്ക് ഇരിക്കാം. സർക്കിളിൽ ഇരിക്കാം. Let us sing in a circle. അങ്ങനെ ലെറ്റേഴ്സ് മാക്സിമം ഉപയോഗിക്കാവുന്ന ഒരു പ്രയോഗമാണ്. ലെറ്റേഴ്സ് വെച്ച് നമുക്ക് കുറേ കാര്യങ്ങൾ പറയാം. പ്ലീസ് ഓപ്പൺ യുവർ ടെക്സ്റ്റ് ബുക്ക് ടു പേജ് അല്ല ടേൺ ടു പറയാം, ഓപ്പൺ യുവർ ടെക്സ്റ്റ് ബുക്ക് പറയാം. പിന്നെ can anyone tell me the answer? Can anyone അറിയാലോ? Can anyone write it? Can anyone spell it? പല വാക്കുകൾ വെക്കാം. അതൊരു മോഡലാണ് തന്നത്. അതങ്ങനെ തന്നെ കാണാൻ പഠിക്കാനാണ് അറിയത്. അതേ വിഷയം ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാം അല്ല. Can anyone help me? Can anyone count? Can anyone except for the can anyone come and clear the board? Then can anyone sing? You're right. Okay. Then can anyone come with me? Yes. Can anyone help me to write that? Okay. Can anyone write? Can anyone bring? Maximum. Repeat after me. അറിയാലോ ഇതിൽ വേർഡ്സ് ആണോ ഇതിൽ ഫ്രേസ് ആണോ? റിപ്പീറ്റ് ആഫ്റ്റർ മീ. ഫോളോ മീ. അത് ഇങ്ങനെ മറ്റേ റിപ്പീറ്റ് ആഫ്റ്റർ മീ നമ്മൾ പറയാതെ കൊണ്ട് പറയാം. പിന്നെ ഡു യു അണ്ടർസ്റ്റാൻഡ്? അത് വ്യത്യാസം നമ്മളൊന്ന് പറഞ്ഞിട്ടുണ്ട്. ഡു യു അണ്ടർസ്റ്റാൻഡ്? ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? എന്തായിരുന്നു? ഡു യു അണ്ടർസ്റ്റാൻഡ് മനസ്സിലാവുന്നുണ്ടോ? Did you understand? മനസ്സിലായോ? വ്യത്യാസം മനസ്സിലാവണേ. Please nod your head. Nod your head. Did you finish? Nod your head. Do you understand? Please nod your head. Work in pairs. Work in groups. Work in pairs or work in groups to complete this activity. Okay. It is time for learning. It's time for studying. It's time for writing. It's time for reading. It's time for lunch. It's time for tea. Raise your hand if you have a question. Simple ആണ് സംഭവം. Let us practice. Let us practice our pronunciation. Listen carefully to the audio clip. If you play the audio, listen carefully. Listen carefully to me. Listen to me carefully. Listen carefully. The audio clip audio. Take out a piece of paper and a pencil. Take out a piece of paper and a pencil. Can you spell this word for me? Can you tell me? Can you spell this word for me? Read the passage aloud. Please. Let us review what we learned today. Let us review what we learned yesterday. Let us review our last week's class. I am going to explain this concept. I am going to explain this concept again. I am going to explain. I am going to tell you a story. I am going to give you something. I am going to draw a picture. I am going to tell the what does this word mean in your language? What does this word mean in your language? ഒരു വർഷം കൊണ്ട് എന്തൊക്കെ
നിങ്ങൾക്ക് അങ്ങനെ ചിന്തയില്ലെങ്കിൽ യു ആർ ഗോയിങ് ടു ബി ടീച്ചേഴ്സ്, യു മസ്റ്റ് ഹാവ് സച്ച് വിഷൻ. അങ്ങനെ ഒരു വിഷൻ ഉണ്ടാവണം, എങ്കിലേ നല്ല ടീച്ചേഴ്സ് ആവാൻ പറ്റൂ. വിഷൻ ഇല്ലാതെ ഇങ്ങനെ പോയി ഇങ്ങനെ വന്നിട്ട് കാര്യമില്ല. കുട്ടികൾ ഇങ്ങനെ നടക്കും. വെറുതെ വിഷൻസ് ഉള്ള ടീച്ചേഴ്സ് ആവുക. വായിക്കാറുണ്ടോ? ഡു യു റീഡ്? എന്താ വായിക്കല്? ടെക്സ്റ്റ് ബുക്ക് വായിക്കും. അതല്ല, അതിനപ്പുറത്തേക്ക് വായിക്കാറുണ്ടോ ചോദ്യം? മാക്സിമം വായിക്കണം. നമ്മളൊക്കെ വായിക്കാറുണ്ട്. സെൽഫ് ഹെൽപ്പ് ബുക്കുകൾ വായിക്കാറുണ്ടോ? ഡു യു റീഡ് സെൽഫ് ഹെൽപ്പ് ബുക്സ്? അങ്ങനെയുള്ള ബുക്കുകളും വായിക്കണം. സെൽഫ് ഹെൽപ്പ് ദിവസം ഒരു 10 പേജ് വായിക്കണം. ഇതാണ് ഇവിടെ പേര് പഠിച്ചില്ല. ഇവിടെ യോജിക്കാൻ പഠിച്ചില്ല. ഒരു വർഷം കൊണ്ട് കരിയർ പ്ലാൻ ഉണ്ടാവണം. 1 ഇയർ വെച്ച് ഒരു വർഷം കൊണ്ട് നിങ്ങൾ എന്തൊക്കെ നേടാൻ ആഗ്രഹിക്കുന്നു? ഇതൊക്കെ എന്തും ആഗ്രഹിക്കാം. സാമ്പത്തികം ആഗ്രഹിക്കാം, ഓരോ മേഖലയൊക്കെ നമ്മൾ ആഗ്രഹിക്കണം. ഒരു സ്കൂട്ടി വേണമെന്ന് വിചാരിച്ചോ, നിങ്ങളൊന്ന് എഴുതി ഏതെങ്കിലും ഒരു കള്ളിയിൽ എന്നാലും സ്കൂട്ടി കിട്ടില്ല. അതിങ്ങനെ അറിഞ്ഞുകൊണ്ട് കാര്യമില്ല. അങ്ങനെ എങ്ങനെ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ലക്ഷ്യങ്ങൾ നമ്മളെ തേടി വരും. വീട് എടുക്കുന്നതാവാം, വാഹനം വാങ്ങുന്നതാവാം, സമ്പത്ത് ബാങ്ക് ബാലൻസ് ആവാം, കല്യാണം കഴിക്കുന്നതാവാം, വിദേശ പര്യടനങ്ങളാവാം. അതൊന്നും സ്വന്തം കാണില്ല. രാഷ്ട്രപതിയിൽ നിന്ന് അവാർഡ് വാങ്ങുന്നതാവാം. എന്താ നടക്കില്ല. അതാ നമ്മൾ ടീച്ചേഴ്സ് വെച്ചാൽ വലിയൊരു കരിയറാണ് അല്ല. ഏറ്റവും ടോപ്പ് കരിയർ ഏതാണ്? ഏറ്റവും ടോപ്പ് കരിയർ ടീച്ചിങ് ആണ്. കാരണം എന്താ, ബാക്കി എല്ലാ ചങ്ങാതികളും ഇയാളുടെ അടിയിൽ കൂടെ പോകുന്നത് അല്ല. ഡോക്ടറും എഞ്ചിനീയറും പൈലറ്റും എല്ലാവരും ടീച്ചറുടെ കീഴിൽ കൂടെ അല്ല പോകുന്നത്. ഏറ്റവും ടോപ്പ് കരിയറാണ് നിങ്ങളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ കുട്ടികളെ പഠിപ്പിക്കാൻ ഏറ്റവും വലിയ കഴിവ്. വലിയ പഠിപ്പിക്കാൻ കുറച്ച് എളുപ്പം, കുട്ടികളെ പഠിപ്പിക്കാൻ എളുപ്പം. 1-ാം ക്ലാസ് 2-ാം ക്ലാസ് പഠിക്കുമ്പോൾ ഉള്ളി കളിക്കുന്നത്. ഗൂഗിളിൽ ചേർത്തേ കരിയർ പ്ലാൻ. കൂടെ 5 വർഷം കൊണ്ട് നേടാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ഇക്കൊല്ലം നേടാൻ പറ്റുന്നത്. ആഗ്രഹത്തിന് നമ്മളൊരു എന്താക്കണോ അല്ല ഗ്യാപ്പല്ല, യുക്തി വേണം. എനിക്ക് നാളെ വൈകുന്നേരം നമ്മളേക്ക് 10 കോടി ഉണ്ടാക്കണം ആഗ്രഹിച്ചിട്ട് കാര്യമാണ്. അപ്പം അതായത് നമുക്കറിയാം അങ്ങനത്തെ കാര്യം ചില കാര്യങ്ങൾ സമയം കൊണ്ട് വാങ്ങാൻ പഠിക്കുന്നത്. ടീച്ചറാണ് സ്പീഡാണ് അല്ല. ഇന്നത്തെ എൻ്റെ ക്ലാസ്സിൽ സ്പീഡുണ്ടാവും. ഞാൻ കഴിഞ്ഞ ക്ലാസ്സൊക്കെ സ്പീഡായിരുന്നു. ഞാൻ ഇതൊക്കെ പറയാണ്ടി മാത്രം പറഞ്ഞാൽ മതി വെച്ചാൽ അങ്ങനെയല്ല. നിങ്ങൾക്ക് പറഞ്ഞാൽ നിങ്ങളെ പിന്നെ ഇത് ഡിഗ്രി ഇല്ലാത്തവർക്ക് ഡിഗ്രി നേടണമെന്ന് കോഡ് നിങ്ങൾ നമ്മൾ ആദ്യമായിട്ട് കാണണം. അടച്ചിരിക്കുന്ന വാതിലാണ് വിചാരിച്ചോ? അടച്ചിരിക്കുന്ന വാതിലാണ് വിചാരിച്ചത്. വാതിൽ നോക്കി തുറക്കും അല്ല, എന്നിട്ട് കയറിയിട്ട് ഇരിക്കും. പാടില്ല.
അടിച്ചിരിക്കുന്ന വാതിലാണെങ്കിൽ തുറന്ന ശേഷം നിങ്ങൾ ആ വാതിൽ അടക്കലാണ് അതിന്റെ മാന്യത. ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ പല വാതിലും സ്പ്രിംഗ് ആക്ഷൻ ഉണ്ടാകും. അപ്പൊ നമ്മുടെ ആത്മവിശ്വാസത്തോട് നായി കമ്മിൻസ് എന്ന് പറയുമ്പോൾ വാതിലടിച്ചായിരിക്കും പകുതി ആത്മവിശ്വാസം നിൽക്കും. അപ്പൊ അടച്ച വാതിലാണെങ്കിൽ കയറിയിട്ട് ഇങ്ങനെ അടയ്ക്കാം. അപ്പൊ അടക്കുമ്പോൾ എന്താണ് കേട്ടാ ലൈറ്റ് താഴ്ന്ന ബേക്കറില്ല, ഇങ്ങനെയാണ് അടക്കേണ്ടത് വാതിൽ. ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ 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 അതെ ചെരിഞ്ഞ് ഇവിടെ പിൻഭാഗം കാണിച്ചുകൊണ്ടുണ്ടാവും. എന്നിട്ട് സീറ്റ് നേരെ പോകണം. സീറ്റ് നിൽക്കുന്നു, ചേരുണ്ടാവും. ഇതാണ് ചേരെങ്കിൽ എങ്ങനെ ഇരിക്കണം? ഇങ്ങനെ ഇരിക്കണം. ഇത് ചാരാനുള്ള സാധനം. സ്റ്റൂളാണെങ്കിലോ ഇങ്ങനെ ഇരുന്നാൽ മതി. ചാരാനുള്ള സാധനം ഉണ്ടെങ്കിൽ ചാരി ഇരിക്കണം. ഇനി കൈവെക്കാനുള്ള സാധനം കാണുന്നല്ലോ, കൈ വെക്കണം. അപ്പൊ ഇതെന്ന് പെട്ടെന്ന് സംഭവിക്കാറ് നേരെ കമ്മിന്ന് പറഞ്ഞ് ചുറ്റും ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് കുറച്ച് കാരണം ഭയങ്കര കൺഫ്യൂഷനാണ് ഇന്റർവ്യൂവിന് പോയത്. അപ്പൊ ഇത് അവിടെയൊക്കെ നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് നോക്കും. അടുത്ത ഒരു 30-40 സെക്കൻഡ് കൊണ്ട് ഇന്റർവ്യൂ പോയി കാര്യപ്പെട്ട ആളുകൾക്ക് ഇന്റർവ്യൂ കൂടെ തീരുമാനിക്കാൻ എടുക്കേണ്ടത് 40 സെക്കൻഡ് അത് മതി. പിന്നെ നിങ്ങൾ പറഞ്ഞ് ചോദിക്കുന്ന പേരെന്താ വന്നതൊക്കെ ഉള്ളിൽ വന്നിട്ടാ അവിടെ അവർ നോക്കുന്നത് നമ്മുടെ ബോഡി ലാംഗ്വേജ് ആണ്. ബോഡി ലാംഗ്വേജ് കോൺഫിഡൻസ് ഉണ്ടാവണം. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്? നിങ്ങൾ എങ്ങനെ ചിന്തിക്കേണ്ടത്? ഇതെന്റെ അവസാനത്തെ ഇന്റർവ്യൂ ആണ്. ഈ ഇന്റർവ്യൂ കിട്ടിയെങ്കിൽ ഞാൻ മരിച്ചു പോയി ബോഡി ലാംഗ്വേജ് കോൺഫിഡൻസ് ഉണ്ടാവില്ല. നിങ്ങളോട് ഒരിക്കലും ആത്മവിശ്വാസം സംസാരിക്കില്ല. നിങ്ങൾ കഴിക്കുന്നത് പാവങ്ങൾക്ക് എന്നെ അവസാനമായിട്ട് ചോദ്യം ചെയ്യാൻ പറ്റുന്ന അവസരം. പാവങ്ങൾ ഇംഗ്ലീഷിലേക്ക് വരുന്നത് അത് നമ്മുടെ മൈൻഡ് എല്ലാം മൈൻഡല്ലേ വരുന്നത്. ഇംഗ്ലീഷ് നിങ്ങൾക്ക് അറിയാത്തതിന്റെ കാരണം കോൺഫിഡൻസ് ഇല്ലാത്ത കാരണം ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ടാണ്. അറിയാത്ത നിങ്ങൾ പഠിക്കണം, അറിവില്ലാത്ത കാര്യങ്ങൾ പഠിക്കണം. അത് ഞങ്ങൾ പഠിക്കില്ല എന്ന് പറഞ്ഞ് നടക്കില്ല. പഠിക്കാൻ നിങ്ങൾ ചിലപ്പോൾ പൈസ ഇറക്കേണ്ടി വരും. ചിലപ്പോൾ പൈസ ഇറക്കില്ല. എല്ലാം അറിയുന്ന കാര്യം നിങ്ങൾ പാനിക് ആവില്ല. നിങ്ങളുടെ സബ്കോൺഷ്യസ് മൈൻഡില് നിങ്ങൾക്ക് അറിയില്ല എന്ന ധാരണ ഉണ്ട്. ഞാൻ പറഞ്ഞത് മനസ്സിലാവില്ല. നിങ്ങളെല്ലാ ഉള്ളു കണ്ടി അറിയുന്ന ആരാ? നിങ്ങളെല്ലാ ഉള്ളു കണ്ടി അറിയുന്ന ആരാ? നിങ്ങളുള്ളിൽ കാണില്ല. നിങ്ങളെല്ലാം കഴിവിട്ട് അറിയണ്ട. നമുക്കെല്ലാം എന്ത് ചെയ്യാതെ അപ്പൊ അയാൾ ഉള്ളെന്ന് പറയല്ല, ശരിയാവില്ല. അപ്പൊ അയാളെ റെഡിയാക്കേണ്ടത്, അയാളെ റെഡിയാക്കാൻ എന്താ ചെയ്യേണ്ടത്? അയാൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അയാൾക്ക് ബോധ്യം മലയാളത്തിന്റെ പ്രശ്നമുണ്ട എന്താ പ്രശ്നം? നിങ്ങൾ തന്നെയല്ലേ പോലെ. പക്ഷെ നിങ്ങളുടെ ഉള്ളിലുള്ള ആൾക്കറിയാം, മലയാളികൾക്ക് അറിയാം. ഇംഗ്ലീഷ് നിങ്ങൾ അറിയാന്ന് പുറമെ പറയുന്നതാണ്. നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ല. ഞാൻ ഒന്നിരിക്കെ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു. അശോകേട്ടന്റെ കഥ ഇല്ല, അശോകേട്ടനല്ല, അശോകന്റെ കൂടെ അയാളുടെ പേര് പറഞ്ഞിട്ടില്ല. വെള്ളം പഠിച്ചിട്ട് ഇംഗ്ലീഷ് പറഞ്ഞ കഥ പറഞ്ഞിട്ടില്ല. 3 ക്ലാസ്സിലും പറഞ്ഞിട്ടില്ല. So when I went to Delhi, I went to Kashmir. It was a international camp. So we were around 18 people from Kerala, 13 around from this area, area. Then when I was going, they asked me to teach us English. Then I just taught English. I class പഠിപ്പിക്കുന്നത്. അതിലൊരു ഏട്ടനുണ്ട്, അയാളുടെ പേര് ഞാൻ പറയുന്നില്ല. ഈ പരിസരത്താണ് ആളുടെ പേര് പറയുന്നത്. അദ്ദേഹം പറയുന്നത് തീരെ അറിഞ്ഞൂടാ. ഒരു ഗവൺമെന്റ് എംപ്ലോയിയാണ്. അവിടെ പേരോടൊപ്പം അശോകനുണ്ട്, ദിനേശനുണ്ട്, സഞ്ജീവനുണ്ട്, സംഗീർക്കുണ്ട്. അവരൊക്കെ പറയും പറയണമെന്നൊക്കെ. എല്ലാവരും ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട്. തിരിച്ചു വരുമ്പോൾ എൻ്റെ വീഴ്ച ഗോവ അവർ പുറത്തിറങ്ങി, അവർ മിനിങ്ങി പുറത്തിറങ്ങി. അതായത് ക്യാമ്പിൽ ഇതെല്ലാം കഴിഞ്ഞു നാട്ടിലേക്ക് വരണം. പിന്നെ ഇയാൾ ഭയങ്കര ഇംഗ്ലീഷ്, ഇടപെടാ ഇംഗ്ലീഷ്, തെക്കൊന്നുമില്ല. അപ്പോൾ മറ്റൊരാൾ ഇയാൾ എപ്പോൾ കൊണ്ടാക്കി ഇംഗ്ലീഷ് അത് ശരിയാണോ? ഞാൻ സംശയമുണ്ട് ശരിയാണോ? ചെന്നിട്ട് കറക്റ്റ് ഇംഗ്ലീഷാണ്. അപ്പോൾ എന്തെങ്കിലും വിശ്വാസം. എന്താ സംഭവിച്ചത്? ഇതടിച്ചപ്പോൾ മുമ്പ് ബോധം പോയി. ബോധം പോയിട്ടുണ്ടായിരുന്നു കാതലിക്ക് പോയി. അപ്പൊ ഇന്ത്യയിൽ കണ്ടുപിടിച്ച് പോകുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ കണ്ടുപിടിച്ച് പോയ ചെറിയ സാധനം ഉള്ളിലുണ്ടെങ്കിൽ ചെയ്യേണ്ട 2-3 പോലെ 1ാമത്തെ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ദിവസം ഇംഗ്ലീഷിൽ കേൾക്കുക. നിങ്ങൾ കേൾക്കുമ്പോ നിങ്ങളുടെ ഉള്ളിൽ പറയും, എടാ എനിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഈ ചെറിയ സംഭവം തന്നെ പറയാനുണ്ട കേൾക്കാറില്ലല്ലോ. അതിനാണ് ഉദ്യോഗത്തിനത് ഉള്ളെന്ന് പറയുന്നുണ്ട് എടാ ഉഷാറ. അന്നേരം ഇവരാണ് നിർത്തിയിട്ടുള്ള. അത് പറയുന്നതോറും കേട്ട് 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 നമ്മൾക്ക് തന്നെ തോന്നും ഇത് സിമ്പിൾ
സിമ്പിളാണ്. അതേപോലെ ദിവസം ഇംഗ്ലീഷ് നിങ്ങൾ വായിക്കണം. എന്തെങ്കിലും ഒരു നോവല് വായിക്കാൻ പറയാൻ, കാരണം നോവല് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവാം. സെൽഫ് ഹെൽപ്പ് ഇംഗ്ലീഷ് നിങ്ങൾ വായിക്കണ്ട, കുറച്ച് കട്ടിയായിരിക്കും, മലയാളത്തിൽ വായിക്കാം. എൻ്റെ നോവൽ 28-ാം തീയതി മുതൽ ആമസോണിലേക്ക് വാങ്ങാം. ദ ഹിച്ച് ഹൈക്കർ നിങ്ങളുടെ നമ്പറിലേക്ക് അവരുടെ ലിങ്ക് തരും, ആമസോണിൽ വാങ്ങാം, സപ്പോർട്ട് ചെയ്യാം. ഒരു ഇംഗ്ലീഷ് നോവലിൻ്റെ പണിയായിരുന്നു 2021. ഏതാണ്ട് 2.5-3 വർഷത്തെ പണിക്ക് ശേഷം അത് ബുക്കായിട്ട് ആമസോണിൽ പോകും. അപ്പോൾ അതുണ്ടാക്കാം, വായിക്കാം. പുസ്തകമായിട്ട് ആമസോണിൽ വാങ്ങാൻ തരും. ആമസോണിൽ പുസ്തകമായിട്ട് വാങ്ങാം. ഞാൻ പ്രിന്റ് ചെയ്യുന്നില്ല, കാരണം പ്രിന്റിങ് എക്സ്പെൻസീവ് ആണ്. ആമസോണിൽ പ്രിന്റ് ചെയ്ത് നമ്മുടെ ആമസോൺ സാധനമാണല്ല, 3-4 ദിവസം കൊണ്ട് നിങ്ങൾ പ്രിന്റ് ചെയ്തിട്ട് ഒരു 6-7 വയസ്സിലൊക്കെ മനസ്സിലാവുന്ന രീതിയിലുള്ള ലാംഗ്വേജാണ് വായിക്കുന്നത്, മനസ്സിലാവും. അതല്ലെങ്കിൽ അപ്പോൾ ദിവസം ഈ 2 സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളിൽ ഫീലിംഗ് ഉണ്ടാവും. നിങ്ങളുടെ മക്കൾ നിങ്ങളോട് അരികിൽ ചേർന്ന് നിൽക്കുന്നത് നോക്ക് ഫീലിംഗ് ഉണ്ട്, ഇത് അമ്മയാണ്. ആ ഫീലിംഗ് കിട്ടിയതുകൊണ്ടാണ്. ഞാൻ പോയി എടുത്താൽ ചിലപ്പോൾ കരയും, കാരണം ഞാൻ അപരിചിതനാണ് അല്ല. എന്നാൽ ഞാൻ എപ്പോഴും ക്ലാസ് എടുക്കുമ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്ന എന്നോട് അടുക്കും. ഈ ഫീലിംഗാണ് നമുക്ക് ഉണ്ടാവുന്നത്. നിങ്ങൾ ചില ആളുകൾ പെട്ടെന്ന് ചില കാര്യങ്ങൾ അടുക്കും അല്ല. നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്നാണ് പറയാൻ ഞാൻ ഓക്കെയാണ്. ചില കാര്യങ്ങൾ എത്രയാണ് ഞാൻ വാങ്ങുന്നു, കാരണം എന്നെ വീക്ഷിക്കുന്നു. ഒരാളുടെ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് അനുസരിച്ച് ഓക്കെ ആരും വീക്ഷിക്കുന്നത് ഞാൻ തമാശ പറഞ്ഞാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഈ ബോധ്യം വരണം, എനിക്ക് ഇംഗ്ലീഷ് അറിയാം, അതിന് കേൾക്കണം, വായിക്കണം, വേറെ ഷോർട്ട് കട്ടുകളില്ല. അടുത്ത തുറന്നിരിക്കുന്ന മാത്രമാണെങ്കിലോ നിങ്ങൾ ഇന്റർവ്യൂ ഇരിക്കുന്നത് ഒരാളുണ്ട്. അപ്പോൾ നമ്മൾ ഇരിക്കുമ്പോൾ വാതിൽ അടച്ചിട്ടുള്ളത്. അങ്ങനെ ലുബിനെ കയറി ചെന്നു, ലുബിനെ അടക്കാതെ കയറിപ്പോയി, അടക്കാതെ ഇറങ്ങിപ്പോയി, അടക്കാതെ കയറി ചെന്നു, അടക്കാതെ ഇറങ്ങിപ്പോയി. അപ്പോൾ നമ്മൾ കയറി കൊണ്ടിരിക്കണോ, അതിന് മുമ്പ് അടച്ചിട്ടുള്ളത് സർ ഡോറ് ചോദിക്കണം. അതിനുള്ള പേരുണ്ടോ ചിലപ്പോൾ നോക്കും. ഇനി ലുബിനെ പോകുമ്പോൾ അവർ എന്തായാലും ഡോണ്ട് ക്ലോസ് ദ ഡോർ എന്ന് പറയും. അപ്പോൾ നമ്മൾ കയറിയിട്ട് തുറന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ചോദിക്കണം ഷുഡ് ഐ ക്ലോസ് ദ ഡോർ. അങ്ങനെ മനസ്സിലാകണ്ട, നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് ആണ് പിന്നെ പറയാൻ സാധ്യതയുണ്ട്. ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് പല രീതിയിൽ പറയാം. ഞാൻ എന്നോട് പറഞ്ഞു ചിലപ്പോൾ സിമ്പിളായിട്ട് ചോദിക്കാം. എല്ലാം കൂടി യുവർ സെൽഫ് ആവാം, ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് ആവാം. എന്താ ഇൻട്രൊഡക്ഷൻ? ഫസ്റ്റ് സ്റ്റെപ്പ് ഐ ആം ദാവൂദ് ബിൻ മുഹമ്മദ്. ഹു ആർ യു? ഐ ആം ഫ്രം ഇന്ത്യ. ദുബൈയിൽ പോകുന്ന ആളുകൾ. ഐ ആം ഫ്രം കേരള, ഡൽഹി പോകുന്ന ആൾക്കാർ ഡൽഹിയിൽ. ഐ ആം ഫ്രം കോഴിക്കോട്, തലപ്പോടുവിൽ. അല്ലെങ്കിൽ ഐ ആം ഫ്രം കുറ്റിയാടി, ഐ ആം ഫ്രം ആ സ്ഥലം പറയുന്നു. ഐ ആം എ ടീച്ചർ. നിങ്ങളെ പ്രൊഫഷനാണ്, ടീച്ചറാണ്, ക്വാളിഫൈഡ് ആണ് അല്ല, ഐ ആം എ ടീച്ചർ. ഈ 3 കാര്യം ചോദിക്കാതെ പറയണം. ഇതാണ് എഡ്യൂക്കേഷനല്ലോ, പറഞ്ഞിട്ടില്ലല്ലോ. ചോദിക്കണം പറയുമ്പോൾ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ എത്തിയ ഫീലിംഗ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്, അവർക്ക് ഉണ്ടാവാം. വേറെന്താണോ ഇതല്ല ഇതല്ല എന്താണോ ഇവിടെ വേറെന്താ എക്സ്പീരിയൻസ് ഉണ്ടാ എത്രയുള്ള ഇങ്ങനെയല്ല വരുന്നത് 20 വർഷമായിട്ട്. ഇങ്ങനെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയണം. അതിന് വേറൊരാളുടെ അനുവാദം വേണ്ട, നിങ്ങൾ നിങ്ങളുടെ കാര്യമാണ് പറയുന്നത്. ക്ലിയർ? ഇന്റർവ്യൂവിൽ പറയേണ്ട കുറേ ചോദ്യോത്തരം കാണാതെ പഠിച്ചു പോയാൽ ഇന്റർവ്യൂവിൽ പ്രവർത്തിക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം കാണാതെ പഠിച്ച പറയുമ്പോൾ ബോഡി ലാംഗ്വേജ് ഞാൻ പറഞ്ഞില്ല. കാണാതെ പഠിച്ച് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇയാൾ കാണാതെ പഠിച്ചത്. അപ്പോൾ ചിലപ്പോൾ അവരെന്താക്കും, അവർ കൊടുക്കാൻ ചോദ്യം ചോദിക്കും, അതോടെ നിങ്ങളുടെ ആത്മവിശ്വാസം മൊത്തം പോയി. കാണാതെ പഠിച്ചു പോകണ്ട, എന്ത് ചോദ്യം വന്നാലും ഫേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഹോർമോൺസ് ഉണ്ട്, അറിയാലോ. ഹോർമോൺസിന്റെ ബാലൻസ് ഇംബാലൻസിങ് ആണ് നമ്മളെ പ്രശ്നങ്ങൾ. അതറിയോ? ഞങ്ങൾക്ക് സങ്കടം വരുമ്പോൾ ഏത് ഹോർമോൺ ഉൽപ്പാദനം കൂടാ? സങ്കടം വരുമ്പോൾ കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉൽപ്പാദനമാണ്. ഈ കോർട്ടിസോളിന്റെ ഉൽപ്പാദനം കൂടുതൽ ആളുകൾക്ക് എപ്പോഴും കോർട്ടിസോൾ ഉണ്ടായിക്കൊണ്ടിരുന്നാൽ കുറച്ച് കഴിഞ്ഞാൽ പുണ്ണ് വരും, വയറ് തന്നെ. മുമ്പ് കാലത്ത് പല സ്ത്രീകൾക്കും വയറുമായി ബന്ധപ്പെട്ട ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. കുറച്ചും കൂടി കുറവാണ്. അതായത് അന്ന് അധിക ഭർത്താക്കന്മാർ ഗൾഫിലാണ്, ഈ കുട്ടിയിലൊന്നുമില്ല. മുമ്പിൽ പോയാൽ അതിന് മുമ്പുണ്ടായിരുന്നു. പ്രത്യേകം ഒരു മാസം കഴിഞ്ഞാൽ കത്ത് വരില്ല, ഞാൻ നിർത്തിയത്. ആ കാലഘട്ടത്തിലൊക്കെ പ്രത്യേകിച്ച് പ്രവാസിയായിരുന്നു, ഡോക്ടർമാർ മരുന്ന്. അതിന് ശരിയായ റീസൺ സൈക്കോളജിക്കലായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് വയറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നെഗറ്റീവ് എന്തോ സങ്കടമോ
വേദനയോ വിഷമോ എന്തോന്നുണ്ട്. അറിയേണ്ട ഒരു കാര്യം, നെഗറ്റീവായ ചിന്ത എത്രത്തോളം കൊണ്ടു നടക്കുന്നുവോ അത്രത്തോളം ശാരീരികമായി ജീവിക്കാം. നിങ്ങൾ സ്വയം രോഗികളാവും. അതുകൊണ്ട് നല്ല നെഗറ്റീവ്സും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മറന്നേക്കില്ല. കാരണം അത് യൂസ്ലെസ് ആണ്, യൂസ്ഫുൾ ആണോ? അപ്പൊ നമ്മുടെ ഉള്ളില് പോസിറ്റീവ് ഹോർമോൺസ് ഉണ്ടാവാതെ ചില ബോഡി ലാംഗ്വേജ് ഉണ്ട്. പോസിറ്റീവ് ഹോർമോൺസ് ഉണ്ടാവാതെ ചില ബോഡി ലാംഗ്വേജ്. ഇവിടെ വിജയിച്ച ആളുകളുടെ ബോഡി ലാംഗ്വേജ് കാണിച്ചിട്ടുണ്ട്. വിജയിച്ച ആളുകൾ എന്താ ചെയ്യുന്നത്? ഒരു റേസ് ഇല്ല, കളിയിൽ എന്തെങ്കിലും. അപ്പൊ ഇത് പോസിറ്റീവ് ലാംഗ്വേജ്, തുറന്ന ബോഡി. നിങ്ങൾ ഇങ്ങനെ ഇരുന്നുകൊണ്ടാണ് ഞാൻ ആദ്യം നിങ്ങളുടെ കൈകാര്യം നോക്കാതിരുന്നത്. കാരണം ഇങ്ങനെ നമ്മളാദ്യം ഇങ്ങനെ ഇരിക്കുന്ന ഇത് നിങ്ങൾ സ്വീകരിക്കുന്ന ബോഡി ലാംഗ്വേജ് അല്ല. ഇന്റർവ്യൂ കൊടുക്കാതിരിക്കാൻ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത്, കാല് ഇങ്ങനെ ഇരിക്കുന്നത്. ഇതൊക്കെ ക്ലോസ്ഡ് ബോഡി ലാംഗ്വേജ് ആണ്. അപ്പൊ ക്ലാസ്സിൽ ഇങ്ങനെ ഇരിക്കുന്ന കുട്ടികള് ഇങ്ങനെ വരാനൊന്നും കുഴപ്പമുണ്ടാവില്ല. കുഴപ്പമില്ല, ഇങ്ങനെ കാര്യമില്ല. അതുകൊണ്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ കുട്ടിയുടെ പുറത്ത് അടിക്കുന്നതൊക്കെ ഇങ്ങനെ ഇരിക്കും. ഇതും ക്ലോസ് ചെയ്യും, ഇതും ക്ലോസ് ചെയ്യും. നിങ്ങൾ എന്ത് പറഞ്ഞാലും സ്വീകരിക്കണം, ക്ലോസ് ചെയ്തായിരിക്കും. അപ്പോൾ ക്ലാസ് എടുക്കുമ്പോൾ അതൊക്കെ നോക്കണം. അങ്ങനെ ക്ലോസ് ചെയ്തിരിക്കുന്ന എന്താ അത് ശീലമാണ്. ചിലപ്പോൾ നമുക്ക് ശീലമായിട്ട് ഉണ്ടാവും. എന്ന് വെച്ചാൽ ഞാനെന്താ നടക്കാറ് എന്ത് പറഞ്ഞില്ല എന്തെല്ലാം പറഞ്ഞ് നമുക്കറിയാലോ. ഇല്ല തമാശയില്ല. അങ്ങനെ അത് മുളയ്ക്ക മുള ക്ലിയറായി. അപ്പൊ ഇത് ശ്രദ്ധിക്കാം. ഇങ്ങനെ ഇരിക്കരുത്. ഇന്റർവ്യൂ കയറുന്ന മുമ്പ് അടുത്ത് പാത്രം ഇങ്ങനെ ഒന്ന് നോക്കാം. അതായത് ഇങ്ങനെ ആക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പോസിറ്റീവായിട്ടുള്ള ഹോർമോൺ ഉത്പാദനം കൊടുക്കും. ഇവിടെ വെറുതെ ഒന്ന് ഇങ്ങനെ ഇരുന്നോണ്ട് പക്ഷേ നമ്മുടെ ക്ലാസ് അങ്ങനെ ഇരിക്കാൻ പറയുന്നത് പോസിറ്റീവ് ഇത് നിൽക്കാനൊന്നുമല്ല. കാരണം ഒരു മേശകൾ കാറ്റ് വെച്ചിട്ട് വാതിൽ പ്രശ്നം ഉണ്ടാവും. ഇത് നല്ല പോസിറ്റീവ് ഫീലിംഗ് ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ നമ്മുടെ ബോഡിയിലൂടെ പുറത്തേക്ക് കൊണ്ടിരുന്ന സന്തോഷമാണ്. ചിരിച്ചോണ്ടിരുന്ന സന്തോഷം കൂടുന്നതാണ്. ചിരിച്ചോണ്ടിരിക്കാം. ഉപ്പാവ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അല്ല ഇങ്ങനെ അത് പോകില്ല, ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. ഇങ്ങനെ റിലാക്സേഷൻ കൂടെ. അപ്പം അതൊക്കെ ഇന്റർവ്യൂ കയറുന്നതിന് തൊട്ട് മുമ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചോദിച്ചു, ഇൻട്രൊഡ്യൂസ് ചെയ്തു. വാട്ട് ഈസ് സാലറി എന്നൊരു സംഭവം ചോദിക്കാൻ സാധ്യതയുണ്ട്. വാട്ട് ഈസ് സാലറി, എന്താ സാലറി പറഞ്ഞിരുന്ന എന്താ സാലറി? സാലറി എന്ന് പറഞ്ഞാൽ എന്താണ് ശമ്പളം എന്ന് ചോദിക്കുന്നത്. എന്താണ് ശമ്പളം? കൂലിയാ? ചെയ്യുന്ന ജോലിക്കുള്ള അല്ല, അധ്വാനത്തിന്റെ ഫലം കൂലി, വേജ്. കൂലിക്കുള്ള പ്രത്യേകത അധ്വാനിച്ച ഫലം കിട്ടും, അല്ലെങ്കിൽ ഫലം കിട്ടില്ല, കൂലി കിട്ടില്ല. ശമ്പളം എന്ന് പറഞ്ഞാൽ ടൈമിലുള്ള നിങ്ങളുടെ റെമ്യൂണറേഷൻ ഫോർ മൈ ടൈം, എൻ്റെ സമയത്തിനുള്ള പ്രതിഫലം. എന്ന് വെച്ചാൽ നിങ്ങളുടെ സമയമാണ് സ്ഥാപനം വാങ്ങുന്നത്. നീ 8 മണിക്ക് ഇവിടെ എത്തണം, 5 മണി വരെ ജോലി ചെയ്യണം. 8 മണി മുതൽ 5 മണി വരെ കുടുംബകാര്യങ്ങളില്ല, ജോലി, ഫ്രണ്ട്സില്ല. ഈ ബോധമുള്ള ആളുകളെയാണ് സ്ഥാപനങ്ങൾ. ടീച്ചർ ആ രീതിയിൽ ഉണ്ടാവാൻ സാധ്യത. എന്നാൽ തന്നെയും ഇതാവുമ്പോൾ ചെറുപ്പങ്ങൾക്ക് അത്രയും കയറിയാണ്. ആ ബോധമുള്ള ആള് ജോലിക്കൊപ്പം എന്താ ഗുണം? അയാൾ 8 മണി മുതൽ 5 മണി അയാൾ ആ സ്ഥാപനത്തിന്റെ കാര്യം മാത്രം നോക്കും. ആ ബോധമില്ലാത്തവനോ? ആ ബോധമില്ലാത്തോ ഇല്ല, സ്ഥാപനം ചെയ്താവും. അപ്പം പല MNC-കളും ഇതിൽ ആരൊക്കെ പിന്നെ എഴുതിയ വലിയ ടീച്ചറാവണം, അല്ലെ വലിയ ഇതൊക്കെ വലിയ ടോപ്പ് ടീച്ചറാവും. നാഷണൽ അവാർഡൊക്കെ വാങ്ങിക്കൂടാ, തീരുമാനിക്കണം. അപ്പം ഗവൺമെന്റ് സെക്ടറിൽ അങ്ങനെ പോകുമ്പോൾ കിട്ടാം. പ്രൈവറ്റ് ആകുമ്പോൾ ചിലപ്പോൾ കിട്ടാൻ സാധ്യത. പിന്നെ
എൻ്റെ സമയത്തിന് കിട്ടുന്ന ഫലം. സാറ് ഡു യു എക്സ്പെക്ട് ഒരു ചോദ്യം വരും, അതിൻ്റെ മറുപടി ഇങ്ങനെ ആ ഫിഗർ പറയുന്നത് നിങ്ങൾ ഐ എക്സെപ്റ്റ് പറഞ്ഞിട്ടുണ്ട് അല്ലേ, എക്സ്പെക്ട് റീസണബിൾ സാലറി പറയണം. എന്നാലും ആൾക്കാർ ഒരു എക്സ്പെക്ടേഷൻ ചോദിച്ചാൽ ഒരു ഫീൽഡിനെ കുറിച്ച് അറിയണം. അപ്പോൾ 8,000 രൂപ കൊടുക്കുന്നത്, 10,000 രൂപ കൊടുക്കുന്നത്, ഹോൾസെയിൽ കുറഞ്ഞിട്ട് ദ റെമ്യൂണറേഷൻ പ്രതിഫലം ഫോർ മൈ ടൈം, ടൈമിൽ കിട്ടുന്ന പ്രതിഫലം ഫോർ മൈ വർക്ക് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് സ്കൂളിൽ പോയാൽ ചിലപ്പോൾ കുട്ടികളൊന്നും ഉണ്ടാവില്ല, അവിടെ ഇരിക്കണം, പഠിക്കുന്നില്ല, ശമ്പളം. മറ്റേത് പേജാണ് ഫോർ വർക്ക്. ഈ റെമ്യൂണറേഷൻ 2 രീതിയിലുണ്ട്. റെമ്യൂണറേഷൻ ഫോർ മൈ ടൈം, RMU, എൻ്റെ ടൈമിൽ കിട്ടുന്ന പ്രതിഫലം. ഈ ടൈം വില പറഞ്ഞ് വെക്കാൻ പറ്റുന്ന അവസ്ഥയിൽ എത്തുമ്പോൾ നമ്മൾ വിജയിക്കുന്നത്. മമ്മൂക്കാർക്ക് കിട്ടുന്ന റെമ്യൂണറേഷൻ സാലറി അല്ല, മമ്മൂട്ടി പറയുന്ന സംഖ്യയാണ്, എൻ്റെ 10 പൈസ. റൊണാൾഡോക്ക് കിട്ടുന്നത് അയാൾ പറയുന്ന സംഖ്യയാണ്, അതൊരു ഹൈ ലെവൽ. അങ്ങനെ കിട്ടുന്ന ടീച്ചേഴ്സ് ഉണ്ടാവും. 1 മണിക്കൂറിന് 10,000 വാങ്ങുന്ന ആൾക്കാരുണ്ട്, 1 മണിക്കൂറിന് 20,000 വാങ്ങുന്ന ആൾക്കാരുണ്ട്. ടീച്ചർ എഴുത്തിന് പിന്നെ 1 ലേഖനം വെച്ചാൽ 50,000 വാങ്ങുന്ന ആൾക്കാരുണ്ട്, ഒരേ മീറ്റിംഗ് പങ്കെടുത്താൽ 10,000 വാങ്ങുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ സ്റ്റുഡൻറ്റുകളുണ്ടാവും. ഉള്ളതാണ് നിങ്ങൾ പറയുന്നെങ്കിലും അത് കേൾക്കാൻ ആൾക്കാരെ ഭൂരിപക്ഷം നിങ്ങൾ കേൾക്കുന്നു. ഭാഗ്യം അധികമാണെന്ന് അറിയാനില്ല, അങ്ങനെ സംഭവം. അതറിയുന്ന ലക്ഷങ്ങൾ നമ്മൾ കാണുന്നുണ്ടെങ്കിലും 700 കോടി ജനങ്ങളില്ല മൊത്തം. അതിൽ 700 കോടിയിൽ 100 കോടിക്ക് ചിലപ്പോൾ മൊബൈൽ ഉണ്ടെന്നുണ്ടായിരിക്കാം. അതിന് ഭൂരിപക്ഷം കാണുന്നത് വെറും വെറുതെ എന്തൊക്കെയോ തമാശകളാണ്. വായിക്കാൻ പോയി ചിന്തിക്കാനുള്ള സമയം കിട്ടും. ചിന്ത നമ്മുടെ ബോധ മനസ്സിൽ വരുന്നതാണ്. ഇവരിങ്ങനെ ട്രെയിൻ ചെയ്യപ്പെടും, ഓരോരോ തീരുമാനം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതാണ് സാലറി സംഖ്യ പറയുന്നത്. എക്സ്പെക്ട് സാലറി എന്താണെന്ന് പറഞ്ഞു, റെമ്യൂണറേഷൻ ഫോർ മൈ ടൈം, റീസണബിൾ സാലറിയാണ്. പിന്നെ ടീച്ചർ ഈസ് പെയ്ഡ്, അതാണ്. പിന്നെ അങ്ങോട്ട് ചോദിക്കാൻ വേണ്ടത് ഹൗ മച്ച് ഡു യു ഓഫർ, നിങ്ങൾ എത്രയാണ് ഓഫർ ചെയ്യുന്നത് അങ്ങോട്ട് നല്ല രീതിയിൽ. വീക്ക്നെസ് ചോദിക്കും, ഓരോ മേഖലയിലുള്ള വീക്ക്നെസ്സാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് വീക്ക്നെസ് കുറവായിരിക്കും, കുടിക്കുന്ന ആൾക്കാർ വലിക്കുന്ന ആൾക്കാരുണ്ടാവും. പേഴ്സണലായിട്ടുള്ള വീക്ക്നെസ്സിൽ നിങ്ങൾ ഇന്റർവ്യൂ ചോദിക്കുന്നത്. നിർഭരമായിട്ട് എന്തെങ്കിലും വീക്ക്നെസ് ഉണ്ടെങ്കിൽ അത് പറയുന്ന സത്യസന്ധരാണ്. കമ്പ്യൂട്ടർ അറിയില്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയാം. അല്ലാതെ നിങ്ങൾ ജോലിക്ക് അപ്പോയിന്റ് അതിന് അതിനൊരു ടെക്നിക്കലാണ്. ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഒരു സ്ഥാപനം, ആ സ്ഥാപനം നടത്തിക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാർ എടുക്കണം. അപ്പോൾ നിങ്ങൾ സത്യസന്ധരായിരിക്കും ഇന്റർവ്യൂ. അറിയാത്ത കാര്യങ്ങളൊന്നും അറിയാതെ പറയണം. ആത്മാർത്ഥം നമ്മുടെ സാധാരണ ജീവിതത്തിൽ ഇല്ലെങ്കിൽ അടപ്പിട്ട് വെറുതെ ഡെഡിക്കേറ്റ് ചെയ്ത് പറയാം. പണിക്ക് പോകുന്നില്ല, മെഡിക്കൽ ആത്മാർത്ഥില്ലെന്ന് ചെയ്യുന്ന കാരണം പല കോഴ്സുകളിൽ അതിലെല്ലാം ഞാൻ ചേരാം. ഇവിടെ കുറ്റം പറയാം, അല്ലെങ്കിൽ ചില പഠിച്ചു കൊടുക്കാം. ആത്മാർത്ഥം ഇല്ലെങ്കിൽ ആത്മാർത്ഥം ഉണ്ടെങ്കിൽ ചെയ്ത് പോകാം. ഓക്കെ, സോ എഴുന്നേറ്റ് വന്നിട്ട് കൊണ്ടുപോകുക ചോദിച്ചാൽ ഇനി വാങ്ങേണ്ടത് തന്നെ അവിടെ പോയിട്ട് താങ്ക് യു സാർ പറഞ്ഞ് വാങ്ങി കൽപ്പിക്കുന്നത്. ഫസ്റ്റ് ഡേ പറഞ്ഞിട്ടുണ്ട്, സ്വന്തത്തിനോട് കൽപ്പിക്കുമ്പോഴാണ് ഏറ്റവും സുഖം ഭാഷ പഠിക്കാൻ. സ്വന്തത്തിനോട് നിരോധിക്കാൻ മതി. അത് പിന്നെ വല്ല ഉറക്കമായി കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യാം, ക്ലാസ്സിൽ വന്നിട്ട് അപ്ലൈ ചെയ്യാം. ഒരു ടീം നിങ്ങൾ ക്ലാസ്സിലേക്ക് ചെല്ലുകയാണ്. ഫസ്റ്റ് ദിവസം തന്നെ 10-25 കുട്ടികളല്ലേ, 40 അല്ലെങ്കിൽ 30 കുട്ടികൾ ഉണ്ടാകുമ്പോൾ 25 കുട്ടികളെ നിങ്ങളുടെ ആളാക്കാൻ എന്താ ചെയ്യാൻ പറ്റും? ആൾക്കാർ നമ്മുടെ ആളാക്കണം. നമ്മുടെ ആളായ സുഖമല്ല, അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റുക ടെക്നിക്സ് പറഞ്ഞിട്ടുണ്ടാവും. ഏറ്റവും നല്ല വഴി ഒരു ഫാമിലി, ഒരു ബോണ്ട് ഉണ്ടാക്കണം കുട്ടികളുടെ. എന്നാൽ ഈ കരച്ചിലും ഉള്ളിലും ടീച്ചറൊക്കെ പറയും. അതിന് ഏറ്റവും നല്ലത് പരിചയപ്പെടാനുള്ള രീതിയാണ്. എങ്ങനെ പരിചയപ്പെടും? ഓക്കെ, നമ്മളൊന്ന് നിങ്ങളെനിക്ക് ഓർമ്മിക്കാൻ ആഗ്രഹമുണ്ട്. നമ്മൾ 3-ാം തവണ നിങ്ങളെ കാണുന്നത്. ഞാൻ 1 വട്ടം കഴിച്ച് കാണുന്നുണ്ടാവില്ല. അപ്പോൾ കുറച്ച് ആൾക്കാരെ പേര് നമുക്ക് ഓർമ്മയുണ്ട്, കോണ്ടാക്ട് ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ 2ാം തവണ കുറെ പുതിയ ആൾക്കാരുടെ എനിക്ക് കാണല്ലോ, വീണ്ടും കാണുന്നുണ്ട്.
പിന്നെ മോഹങ്ങൾ കാണുമ്പോൾ എനിക്ക് ഓർമ്മ ഉണ്ട്. യെസ്, ഓക്കെ. പിന്നെ ഇംഗ്ലീഷിലെ കാര്യങ്ങളൊക്കെ വീട്ടിലുള്ളത് ഇവിടെ ഒരു വർക്ക്ഷോപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് മറ്റന്നാൾ കോഴിക്കോടൊന്നും പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് തൽക്കാലം മാറ്റി വെച്ചിട്ടുണ്ട്. വടകര ഒരു വർക്ക്ഷോപ്പ് വണ്ടർ വർക്ക്ഷോപ്പ് പ്ലാൻ ചെയ്തിട്ട് പറഞ്ഞ താല്പര്യം നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഞാൻ എൻ്റെ പേര് പറയും. I will tell my name, Dawood Muhammad. You must tell my name and your name. നിങ്ങൾ പരസ്പരം അറിയുന്ന ആൾക്കാരല്ല, അറിയുന്ന ആൾക്കാരല്ല, നിങ്ങൾ പരസ്പരം പേരറിയുന്ന ആൾക്കാരല്ല. അറിയില്ല അല്ല. ഓക്കെ, അപ്പൊ പഠിക്കാം. ദാവൂദ് ബി മുഹമ്മദ് പറഞ്ഞേ. ദാവൂദ് ബി മുഹമ്മദ് ഇതിന്റെ പേര് പറഞ്ഞു. ദാവൂദ് ബി മുഹമ്മദ് ഫസീല, ഉറക്കം പറയണേ. ഹസീല, മൂന്ന് പേര് പറഞ്ഞു. യെസ്. മുർഷിദ, നിങ്ങളെ പറയണേ. ലാസ്റ്റ് നമ്പറിൽ വരിക. നിങ്ങളെ പറയാനില്ല. ഏത് ക്ലാസ്സിലെടുക്കുന്നത് ഇത് പറ്റും. നിങ്ങളിപ്പോ കാണാൻ പഠിക്കട്ടപ്പ. ഫസീല, ഹബീബ. ചില മൂന്ന് ചില ഹബീബ വിളിച്ചില്ല. നിർത്തണേ. ഇങ്ങനെ പോയാൽ കുട്ടിക്ക് പഠിക്കാൻ പറ്റുമോ? പറ്റില്ല, പറ്റില്ല എന്നയാൾ പറഞ്ഞു. നാളെ വരെ പോകും. വളരെ അറിയാൻ നോക്കല്ലേ. എന്താ പറഞ്ഞോ പറഞ്ഞ. അതായത് ഇത് സൈക്കോളജിക്കലി പ്രൂവഡ് ആയിട്ടുള്ള മെത്തേഡാണ്. നമുക്കാർക്കും ഓർമ്മക്കുറവൊന്നുമില്ല. നിങ്ങൾ ചില ആളുകൾ ഞങ്ങൾ വീട്ടമ്മമാരാണ് അതുകൊണ്ട് ഓർമ്മയില്ലാതെ സ്വയം ഇങ്ങനെ അടിച്ചു കയറ്റുന്നുണ്ടാവും. അല്ലെങ്കിൽ കാല് ഓർമ്മയുള്ള ആൾക്കാരാണ്. പണ്ടെപ്പോഴും ഓർമ്മിക്കുന്നില്ല. അത് ബന്ധപ്പെടുന്നതാണ്. അപ്പൊ ഈ ഓർമ്മ നമുക്ക് ശരിക്കുണ്ട്. റിപ്പീറ്റ് ചെയ്താൽ നമുക്ക് ഓർമ്മ കൂടുന്നതാണ്. കേരളത്തിലെ ജില്ലകളെത്തുന്ന കോട്ടയം എന്ന് പറയാൻ പറ്റും. ആർക്കാ പറഞ്ഞാലും പ്രവർത്തനം പറയാൻ പറ്റാം. കാസർഗോഡൊക്കെ നോക്കാം. കഥവ് പറഞ്ഞു അത് പറയുന്നില്ല. എക്സ്പെർട്ട് പൊതുവെ മനുഷ്യന്മാർ കഥ പറയാൻ വലത്തോട്ടെ കഥ നോക്കാം. അത് സൈക്കോളജിയാണ്. അപ്പൊ അത് വീട്ടിൽ പോയിട്ട് അപ്ലൈ ചെയ്യരുത്. ഭർത്താവ് ഇങ്ങനെ നോക്കിയിട്ട് കള്ളക്കഥ പറയുകയല്ല. വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കണ്ട. അത് ചോദിക്കണ്ട. കാര്യങ്ങൾ നമ്മള് പല ക്ലാസ് വേറെ കൊടുക്കും. എന്താ പറയാ, ചില കുട്ടികളെ മനസ്സിലാക്കാൻ ഈ പറഞ്ഞ. പിന്നെ ഇവിടെ ഒരാളെ ഞാൻ 3 ചോദ്യം ചോദിക്കും. 3 കളവായിരിക്കണം. ആർക്കും വരാം.
നിങ്ങളെ പറയണം അറിയുന്നതാണ് പ്ലീസ്. ചെല്ലെന്ന് പറയുന്നത് സ്വയം എഴുന്നേൽക്കാൻ ചെയ്യാം. എനിബഡി ഞാൻ ഒരാൾ മുഖത്ത് നോക്കിയാൽ പ്രശ്നമായിരുന്നു. ആരെങ്കിലും ഒരാളില്ല? യെസ് യെസ്. ഞാൻ 3 ചോദ്യങ്ങൾ ചോദിക്കുന്നു. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കളവ് പറയാം. നിങ്ങൾ അങ്ങോട്ട് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കളവ് പറയാം. ഇവര് നിങ്ങളെ കളവ് പറഞ്ഞത് പറയും. ഇവിടെ പറയാം എന്താ കളവ്. നിങ്ങളെ പോകാൻ നോക്കിയിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾ സ്റ്റുഡൻസിനെ പിടിക്കാൻ വേണ്ടിയാണ് ഈ പറഞ്ഞത്. ഓക്കെ, നിങ്ങൾ ഏത് സ്കൂളാണ് പഠിച്ചത്? SLC നല്ല മാർക്കോടെ ഓക്കെ. താങ്ക് യു. ഞാൻ നിങ്ങൾക്ക് 3 മണിക്ക് ക്ലാസ് ഫീഡ്ബാക്ക് അനുഭവിക്കണം. അതിലൂടെ 3 മണിക്ക് സെറ്റാക്കി കിട്ടാം. നിങ്ങളുടെ കരിയർ പ്ലാൻ നിങ്ങൾ ടീച്ചേഴ്സ് 1 ഇയർ ഗോൾ ഉണ്ടാവും. ഇല്ലെങ്കിൽ ഉണ്ടാവും 1 ഇയർ ഗോൾ. 5 ഇയർ ഗോൾസ് ഉണ്ടാവും. 1 വർഷം കൊണ്ട് എന്താവണം നിങ്ങൾക്ക് ഒരു ലക്ഷ്യം ഉണ്ടാവണം. ഇല്ലെങ്കിൽ ഇപ്പൊ ഉണ്ടാക്കി 5 വർഷം കൊണ്ട് എന്താവണം ഒരു ലക്ഷ്യം ഉണ്ടാവും. നിങ്ങളുടെ വലിയ ആധ്യാത്മികവാദികളൊന്നും ആവണ്ട. 5 വർഷം വരെ മനുഷ്യൻ ജീവിക്കും, അങ്ങനെ ആധ്യാത്മികവാദി ആവണ്ട. 10 വർഷം കഴിഞ്ഞാൽ എന്താവണമെന്നാണോ 10 ഇയർ ഗോൾ. പിന്നെ ഈ ക്ലാസ് കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഞാൻ ഇനി ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ എടുക്കുന്നത് തീരുമാനിക്കാം. അപ്പൊ ഇതാണ് ഇങ്ങനെ എഴുതുന്നത്. പേര് പിന്നെ പ്ലേസ്, വാട്സപ്പ് നമ്പർ, പിന്നെ നിങ്ങളുടെ കരിയർ പ്ലാൻ, 1 ഇയർ ഗോൾ. ക്ലാസ് ഞാൻ എനിക്ക് കിട്ടിയ അറിവ് പ്രകാരം പിന്നെടുക്കുന്ന സൗകര്യമുണ്ടല്ലോ. അല്ല പിന്നെടുക്കാൻ ഞാൻ 1 വർഷം കൊണ്ട് നിങ്ങൾ 1 മിനിറ്റ് 1 മിനിറ്റ് അതിന് കൃത്യമായിട്ട് പറഞ്ഞുതരാം. അതായത് 1 ഇയർ ഗോൾ സോറി അച്ഛാ ഫുഡ് ഫീഡിങ്ങിന്റെ കുഴപ്പമാണ്. നിങ്ങളുടെ കരിയർ പ്ലാൻ ഇല്ലേ? വേണ്ട, നിങ്ങളുടെ കരിയർ മനസ്സിൽ കാണുന്നതിന് കരിയർ പ്ലാൻ ഉണ്ടാവണം. അപ്പൊ നിങ്ങൾക്ക് 1 വർഷത്തെ കോടി ഉണ്ടാവാം. അതായത് 1 വർഷം കൊണ്ട് നേടാൻ നോക്കിയാൽ ഉണ്ടാവില്ല. 1 വർഷം കൊണ്ട് ജോലി 1 വർഷം കൊണ്ട് നേടില്ല. ജോലി വേണം 10 വർഷം വേണം. വേണ്ടല്ലോ 5 വർഷം വേണം. നല്ലൊരു പരിശ്രമിച്ച 1 വർഷം കൊണ്ട് കിട്ടും. ചില കാര്യങ്ങൾക്ക് 5 വർഷം വേണ്ടി വരും. ചിലപ്പോൾ ഒരു 2.5 കോടി 3 കോടി ഉണ്ടാക്കണം. 1 കോടി ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒരു സംബന്ധം ഉദാഹരണം പറയാം. ചിലതിന് 10 വർഷം തന്നെ വേണ്ടി വരും. അത് നിങ്ങളൊന്ന് അനലൈസ് ചെയ്യും. നിങ്ങളൊന്ന് അനലൈസ് ചെയ്യും. നമ്മളെണ്ണ പലപ്പോഴും കാസർഗോഡ് നമ്മളിവിടെ ശരി. കേൽ 1 ഏതാ? കേൽ 1 തിരുവനന്തപുരം, കേൽ 2 കൊല്ലം, 3 പത്തനംതിട്ട, 4 4 ആലപ്പുഴ, 5 കോട്ടയം, 6 പറഞ്ഞില്ല പത്തനംതിട്ട. 1 തിരുവനന്തപുരം, 2 കൊല്ലം, 3 കോട്ടയല്ല, 3 പത്തനംതിട്ട, 4 ആലപ്പുഴ, 5 കോട്ടയം, 6 ഇടുക്കി, 7 എറണാകുളം, 8
തൃശ്ശൂര്. 9 പാലക്കാട്. ഇല്ല 10 മലപ്പുറം. 11 ഇല്ല 12 വയനാട്. 13 കണ്ണൂര്. 14 കാസർഗോഡ്. എന്ന് പറയാൻ പറ്റുക? പറഞ്ഞോക്കെ. 1 22 3 4 5 കോട്ടയം. 6 അല്ല 5 കോട്ടയല്ല 5 സോറി 5 കോട്ടയല്ല 6 ഇടുക്കി. 7 എറണാകുളം. 8 മാപ്പാണല്ലോ തൃശ്ശൂര്. 7 എറണാകുളം. 8 തൃശ്ശൂര്. 9 പാലക്കാട്. 10 11 12 13 14. യുവർ നെയിം പ്ലീസ്? ഇവിടുത്തെ സ്റ്റുഡൻറ്റിനല്ല ശ്രീയുക്ത ഇപ്പോൾ വന്നേള്ളൂ അല്ല. അപ്പോൾ ശ്രീയുക്ത വിചാരിക്കുന്നുണ്ടാവും ഇയാൾക്ക് ഇംഗ്ലീഷ് എന്തെന്തോ ആരെയെന്ന് പറയാൻ വന്നിട്ട് ഇയാളുടെ ജില്ലേൻ്റെ പേര് കൊണ്ടിരിക്കുന്നു അല്ല. അത് നിങ്ങൾക്ക് എത്ര ആൾക്ക് തോന്നുന്നു എനിക്കറിയില്ല. ഞാനിപ്പോൾ പല കാര്യങ്ങളുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇംഗ്ലീഷിനപ്പുറത്തെ ചില കാര്യമാണ് പോകുന്നത്. ആസ് എ ടീച്ചർ ഇറ്റ് വിൽ ഹെൽപ്പ് യു. നിങ്ങളെ സഹായിക്കും എന്നറിഞ്ഞുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. നിങ്ങൾ ഫസ്റ്റ് ഡേ ചെയ്യേണ്ടത് ആ കുട്ടികളെ ഇതേപോലെ പേര് പറയിപ്പിക്കാം. ഇല്ല പറയിപ്പിക്കല്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് ഓർമ്മിക്കാനുള്ള ടെൻഡൻസി കൂടും. ഓർമ്മിക്കാനുള്ള ടെൻഡൻസി കൂടുമ്പോൾ നമുക്ക് ഓർക്കാൻ പറ്റുമെന്നാണ്. നിങ്ങൾ ചുടോമ്പ് കളിക്കരുത്. രാത്രി ഉറങ്ങി കൊണ്ട് പറ്റുമെങ്കിൽ ചുടോമ്പ് കളിക്കുന്നത് നല്ലതാണ്. ദിവസം പത്രങ്ങൾ അധികം ഉണ്ടാവാറുണ്ട്. അല്ലെങ്കിൽ മൊബൈൽ ഉണ്ടാവും. അവർ ഗെയിം വേണം നമുക്ക് എന്താക്കാം അനുവദിക്കാം. അപ്പോൾ നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്തോളൂ. മെമ്മറിയായി ബന്ധപ്പെട്ട ബ്രെയിൻ വർക്ക് ചെയ്തോളൂ. ഇപ്പോഴത്തെ അധിക ആളുകൾക്കും പാർക്കിൻസൺസും ഫ്ലെക്സിബിൾസൊക്കെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഭക്ഷണമാണ് ഒരു കാരണം. അപ്പോൾ നമ്മളതൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രെയിനിന് എന്തെങ്കിലും എക്സസൈസ് കൊടുത്തുകൊണ്ടിരിക്കണം. ഉത്തരം പറയുമെന്ന് കാണാതെ പഠിക്കണ്ട. എന്ത് ചോദിക്കാം, എന്ത് ചോദിച്ചാലും ഇത് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള വശം എന്ന് വെച്ചാൽ ഞാൻ ഇന്റർവ്യൂ നടത്തുകയാണെങ്കിലും ഞാൻ എത്ര വലിയ കൊലവമ്പനായാലും ഞാൻ ചോദിക്കുക നിങ്ങളെ കുറിച്ചാണ് അല്ല. നിങ്ങള് ലുബിനെ കുറിച്ച് എന്തോ പറയണ്ട. മുർഷിദനോട് ഞാനിപ്പോ ഓക്കെ ധന്യക്ക് വിവരം ഉണ്ടോ, പിന്നെ അമ്പിളി ക്വാളിഫൈഡ് ആണോ, ഇതെല്ലാം ഞാൻ ചോദിക്കാം. എന്റെ കാര്യങ്ങളെല്ലാം ചോദിക്കുക. അപ്പൊ എന്റെ കാര്യമെല്ലാം നമ്മളോട് ചോദിക്കുന്നുള്ളൂ. ഈസിയാണ് കൂടാം. എന്റെ കാര്യം എന്നോട് ചോദിക്കുന്നു, എന്റെ കാര്യം ഞാൻ പറയും. അവരെന്താ ആത്മവിശ്വാസം ഇല്ലാടുക്കുന്നത്? ഇംഗ്ലീഷ് അറിയാത്ത പ്രശ്നം ഉണ്ടാവും. അത് ഇംഗ്ലീഷ് ഓക്കെ. സോ താങ്ക് യു.